ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ സൂപ്പ് എങ്ങനെ ആക്കണം അങ്ങനെയൊക്കെ കുറേ നാളുകൊണ്ട് വരച്ചോണ്ട് ഒരു സൂപ്പിൻ്റെ വീഡിയോ ഇടണുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഡയറ്റെല്ലാം ആക്കുകയെങ്കിൽ ഒരു നേരത്തെ ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കുക, ഉച്ചയ്ക്ക് അതല്ലെങ്കിൽ സുബഹിക്ക്. അത്രയും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് ആയിട്ടിരിക്കുക, ഈസി റെസിപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കണം അങ്ങനെ നോക്കാം. ഞാനിത് ഇത്ര എടുത്തിട്ട് ഞാനിവിടെ ചക്കരച്ചോറ് കണ്ടല്ലേ, ഈ ഒരു ബൗളിൽ ഒന്ന് ഫുള്ളായിട്ടുണ്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൽ ಬೆಳ್ಳುಳ್ಳಿ അതേപോലെ അതിൽ ക്യാരറ്റ് അതെല്ലാം വേണം. ഒരു ಬೆಳ್ಳುಳ್ಳಿ ನಾನು ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു കണ്ട ಬೆಳ್ಳುಳ್ಳಿ ഉണ്ടല്ലേ, അത് ഫുള്ളായിട്ട് എടുത്തിട്ട് കണ്ടിൽ ഇത്ര ഉണ്ടോ. അതിൽ പിന്നെ ഒരു മീഡിയം സൈസ് ഒരു ക്യാരറ്റ്, പിന്നെ ഒരു മീഡിയം സൈസിന് ഒരു നീരുള്ളി. ഇതെല്ലാം നീരുള്ളി എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കൊണ്ടില്ല, അല്ല വലിയ വലിയ പീസാക്കി അങ്ങായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഒരു പാത്രം വെച്ചിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ ബട്ടറും കഴിഞ്ഞാൽ ബട്ടറിൽ ಹಾಕೋರು. ബട്ടറിൽ ಹಾക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജയ്ത്ത് ഓയിൽ വേണമെങ്കിൽ ജയ്ത്ത് ഓയിലും ആക്കാം. അപ്പോൾ ബട്ടർ നോക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ബട്ടറിൽ ഏറെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ಅದಕ್ಕೆ നിങ്ങൾ ಬೆಳ್ಳುಳ್ಳಿ ಇದೆಲ್ಲ നിങ്ങൾ ഇട്ടിട്ട് ചുമ്മാ നേരം ഫ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് തെല്ല നേരം ഒന്നെല്ലാം ഒന്ന് അതിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലൊട്ടിക്കുമ്പോൾ നീരുള്ളി ഇട്ട് കൊടുക്കുക. നീരുള്ളി ഇട്ടിട്ട് അതേപോലെ നിങ്ങൾ ചുമ്മാ ഫ്രൈ ആവണം അങ്ങനെയില്ല, ജസ്റ്റ് എല്ലാവരും ഒന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കി ഞങ്ങൾ ഇട്ട് കൊടുത്തെങ്കിട്ട്. അപ്പോൾ ഞാനിവിടെ പംകിൻ എടുക്കുമ്പോൾ ഞങ്ങൾ ചക്കരച്ചോറ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ എടുത്ത സൂപ്പുക്ക് നല്ല ബട്ടർ പംകിൻ ഞങ്ങൾ ഉദ്ദത്തെ ടൈപ്പിലുള്ളത് കിട്ടറല്ലേ, അതിനല്ലേ അത് കിട്ടണമെങ്കിൽ അത് എടുക്കും. ഇല്ലെങ്കിൽ നോർമൽ ഞങ്ങൾ സാധാ ചക്കരച്ചോറെല്ലാം ഉണ്ടല്ലേ അതേ എടുത്തെങ്കിട്ട്. അപ്പോൾ അതാ ഇത് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ചക്കരച്ചോറ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ല മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തെല്ല നേരം ഒന്ന് അടിമേലാക്കിയിട്ട് തണ്ണി വിത്തി കൊടുക്കുക. ഉപ്പും ഇട്ട് കൊടുക്കണം അതിലൊട്ടിക്ക്. ഉപ്പും അതേപോലെ തെല്ല് നല്ല മുളക് പൊടി പിന്നെ തണ്ണി വിത്തിട്ട് നല്ല ഒന്ന് ബേപ്പാട്ടി എടുക്കുന്നത്. പിന്നെ ഡയറ്റ് ഫുഡ് വീഡിയോ ഇങ്ങനെ ഇടോറുണ്ട്, ഇങ്ങനെ കമൻറ്റിൽ കുറേ നോക്കിയിട്ടിരുന്നേ. അപ്പോൾ ഡയറ്റ് ഫുഡ് വീഡിയോ ഇടുകൊണ്ട് കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാളത്തെ നാളത്തെ വീഡിയോ എടുക്കണോ വെച്ചാൽ കൂടെ മക്കൾക്ക് ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ആയിട്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടിട്ട് തീരെ ಅದಕ್ಕೆಲ್ಲ ടൈമേ കിട്ടിയില്ല ಅಂತ. അപ്പോൾ ട്രൈ ആക്കി വെച്ചൊന്നിട്ടിരുന്നേ. അപ്പോൾ ഇൻഷാല്ല നോക്കട്ടെ ഓരോ വീഡിയോയെങ്കിലും ഇടുക അവിടെ നോക്കിടുന്നാണ്, അങ്ങനെ ഇടുക അവിടെ ഇട്ടിട്ടാണ്. അപ്പോൾ തന്നെ വിത്തിട്ട് നല്ല ഒന്ന് ബേപ്പാട്ടി എടുക്കണം. തന്നെ നോക്കിയിട്ട് പിന്നെ എത്ര വിത്തി എടുക്കറോ നല്ല വെന്തിട്ട് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയെങ്കിൽ വേഗം ಬೇವು ചക്കരച്ചോറും പിന്നെ ക്യാരറ്റെല്ലാം ഇതുകൊണ്ടിട്ട് ചുമ്മാ ടൈമില്ല, വേഗം ಬೇವು നല്ല ಬೆಂದಿട്ട് വന്നതിൽ പിന്നെ ഞങ്ങൾ ഇത് ബ്ലെൻഡ് ആക്കി എടുത്തെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറിന് അതിൽ ബ്ലെൻഡ് ആക്കി എടുക്കറോ. ഇല്ലെങ്കിൽ ഞങ്ങൾ ചൂടൊന്ന് പോയിട്ട് മിക്സി ജാറിലിട്ടിട്ട് നല്ല ക്രീമി ആക്കിയിട്ട് എടുത്തെങ്കിൽ നല്ല ബ്ലെൻഡ് ആക്കിയിട്ട് എടുത്തെങ്കിൽ. പിന്നെ മിക്സിയിലെല്ലാം ഇട്ടിട്ട് ബ്ലെൻഡ് ആക്കുമ്പോൾ ചൂടോടെ മിറ്റടിക്കണ്ട, ചൂടൊന്ന് പോയി പിന്നെ ഞങ്ങൾക്ക് ബ്ലെൻഡ് ആക്കി എടുത്തെങ്കിൽ അങ്ങനെ ചൂട് ഇട്ടിട്ട് അടിക്കുക ആവാത്ത മിക്സിയിൽ തന്നെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ജെണ്ണ വന്ന് നല്ല ചൂടാക്കി എടുത്തെങ്കിൽ സൂപ്പെല്ലാം കുടിക്കുമ്പോൾ നല്ല ചൂടോടെ കുടിക്കണോ. അപ്പോൾ ഇതുപോലെ നല്ല ബ്ലെൻഡാക്കി ഇത് തിക്കായിട്ടുണ്ടല്ലേ ഉപ്പസ്നത്തിൽ ചൂട് തന്നെ വിത്തി കൊടുക്കുക. ഞങ്ങൾക്ക് എത്ര ഗട്ടിയിൽ കാട്ടുന്നതാണ് അവർ അന്തച്ചിൽ ഞങ്ങൾക്ക് ആക്കിയിട്ട് എടുത്തെങ്കിൽ. അപ്പോൾ ഇത് മയാവോ നല്ല ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആക്കി എടുത്തെങ്കിൽ. അപ്പോൾ ഈ ഒരു ഗട്ടിയിൽ വേണോ ചുമ്മാ തെലുവ് പക്കണ്ട കണ്ടല്ലെങ്കിൽ എത്ര ഗട്ടിയിലുണ്ടോ ഇതുപോലെ ഇക്കട്ടെ. അതിൽ പിന്നെ തെല്ല് ലിംബേഴങ്ങ് പുളിയണോ, അതേപോലെ ഇതിക്ക് ഉപ്പ് കുറടുണ്ടോ തെല്ല് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ തെല്ല് നല്ല മുളക് പൊടി ഇട്ടിട്ട് നല്ല ചൂടോടെ പിന്നെ കുടിക്കണോ. സൂപ്പിനങ്ങ് ഏത് സൂപ്പ് കുടിക്കുമ്പോൾ നല്ല ചൂടോടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അതേപോലെ നിങ്ങൾ ഇത് ബട്ടറിലാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അതല്ലെങ്കിൽ വെച്ചാൽ പോലെ ജയ്ത്ത് ഓയിലാക്കറിങ് അങ്ങനെ ആക്കുക. അപ്പോൾ കണ്ടല്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പംകിൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട്. ಇದಕ್ಕೆ നിങ്ങൾ എക്സ്ട്രാ ടേസ്റ്റ് നിങ്ങൾ കൂട്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇത് കുക്കിംഗ് ക്രീമെല്ലാം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇടയ്ക്ക് കൊടുക്കുക. അതേപോലെ ചീസെല്ലാം ഇട്ടിരുന്നെങ്കിൽ ഒന്ന് എക്സ്ട്രാ നിങ്ങൾക്ക് ടേസ്റ്റും നിങ്ങൾക്ക് ഇട്ടുക. അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ അത് ഇടാം. അതല്ലെങ്കിൽ ഇതുപോലെ കാലി ഇങ്ങനെ കുടിക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അതേപോലെ നിങ്ങൾ ഇങ്ങനെ സെർവ് ആക്കി കൊടുക്കുമ്പോൾ ചെറിയൊരു പീസ് ബട്ടറും ഇട്ടിരുന്നെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പംകിൻ സൂപ്പ് കൂടെ കണ്ടെത്തൽ റെഡി ആയിട്ട് ഈസി റെസിപ്പി ആയിട്ട് നിങ്ങൾ കണ്ടറിയില്ല എത്ര ഈസി ആയിട്ട് ഞങ്ങൾ ഇതാക്കി എടുക്കേണ്ടത്. നല്ല ഈസി ആയിട്ടിരിക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സൂപ്പ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഒരു നേരത്തെ ഫുഡായിട്ടും ഞങ്ങൾ എടുക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് അതല്ലെങ്കിൽ ഡിന്നർക്ക് എടുക്കുക അങ്ങനെ എടുക്കുക. പിന്നെ മക്കൾക്കെല്ലാം ഇത് നല്ല നിങ്ങൾ മക്കൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പായിട്ടിരിക്കുക. ഈ ഒരു ചക്കരച്ചോറയുടെ സൂപ്പ് നിങ്ങൾ ആക്കി നോക്കൂ, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും പേരിക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. അറിയുന്നുണ്ട് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.